കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. ജീവിതത്തിൽ വിജയം നേടുന്നവരെല്ലാം പ്രത്യേക കഴിവുള്ളവരായിരിക്കണമെന്നില്ല. പലപ്പോഴും ശരാശരി കഴിവുള്ളവരാകും അവർ. എന്നാൽ സ്ഥിരോത്സാഹവും ക്ഷമാശീലവും അവരെ ആത്യന്തിക വിജയത്തിലേക്ക് നയിക്കുന്നു. നമസ്കാരം. ഈ ആഴ്ചയിലെ റേഡിയോ പ്രിയോർ അവതരിപ്പിക്കുന്നത് 5Dയിലെ കുട്ടികൾ. ഞാൻ ഗൗരി പാർവതി, സൈനിങ് ഇൻ. കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. മെയ് 22 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നു. ജൈവ വൈവിധ്യ ദിനത്തെക്കുറിച്ച് പറയുന്നത് ഗൗരി പാർവതി. ജൈവ വൈവിധ്യ ദിനം മെയ് 22 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നു. പ്രകൃതിയിലെ ജീവജാലങ്ങളുടെയും ചെടികളുടെയും വൈവിധ്യം സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം സമൂഹത്തെ ഓർമ്മിപ്പിക്കാനാണ് ഈ ദിനം ആചരിക്കുന്നത്. സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും സൂക്ഷ്മാണുക്കളുടെയും വൈവിധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജൈവ വൈവിധ്യം പലപ്പോഴും മനസ്സിലാക്കപ്പെടുന്നത്. നമ്മുടെ നാഗരികതകൾ കെട്ടിപ്പടുക്കുന്നതിനുള്ള അടിസ്ഥാനം ജൈവ വൈവിധ്യ വിഭവങ്ങളാണ്. മനുഷ്യൻ്റെ ഭക്ഷണത്തിൻ്റെ 80% സസ്യങ്ങളിൽ നിന്നാണ് ലഭിക്കുന്നത്. എന്നാൽ ജൈവ വൈവിധ്യത്തിൻ്റെ നഷ്ടം നമ്മുടെ ആരോഗ്യം ഉൾപ്പെടെ എല്ലാത്തിനും ഭീഷണിയാണ്. ഭാവി തലമുറകൾക്ക് വളരെയധികം മൂല്യമുള്ള ഒരു ആഗോള ആസ്തിയാണ് ജൈവ വൈവിധ്യം എന്ന തിരിച്ചറിവ് വളർന്നു വരുന്നുണ്ടെങ്കിലും ചില മനുഷ്യ പ്രവർത്തനങ്ങൾ മൂലം ജീവജാലങ്ങൾ വർഗങ്ങളുടെ എണ്ണം ഗണ്യമായി കുറയുന്നു. പൊതുവിദ്യാഭ്യാസത്തിൻ്റെയും ഈ വിഷയത്തെക്കുറിച്ചുള്ള അവബോധത്തിൻ്റെയും പ്രാധാന്യം കണക്കിലെടുത്ത് ഐക്യരാഷ്ട്രസഭ വർഷം തോറും അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം ആഘോഷിക്കാൻ തീരുമാനിച്ചു. നന്ദി. ഡിറൈന ബൈജു പാടുന്ന ഒരു ഗാനം നമുക്ക് കേൾക്കാം. വാനക്കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കലക്കുള്ളില് ചോരക്കൺമുയൽ, നീലത്തുരുത്തില് നീർപ്പരപ്പിൽ നിഴലിടും, അമ്പിളിക്കലക്കുള്ളില് ആമക്കുഞ്ഞനോ, ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് വെച്ചില ചെല്ലവുമായി തന്നെ വലിഞ്ഞു കേറി തുരുത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ, തരക്കൊളുത്തുള്ളൊരാ ചേലക്കും വെറ്റില ചെല്ലത്തിലോ, ഭൂമിയെ പാടെ മൂടും അത്രയും വെറ്റില ഇട്ട് വയ്ക്കാം കുഞ്ഞിളം വാവേ, കഥ കേട്ട് മെല്ലെ മിഴി പൂട്ടി മാറിൻ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നെ, തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര്. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. നിങ്ങൾക്ക് കഥ കേൾക്കുന്നത് ഇഷ്ടമല്ലേ? ഒരു കഥ കേൾക്കാം. കഥ പറയുന്നത് ടിയോൺ ജിനീഷ്. ഹലോ കൂട്ടുകാരെ, ഞാൻ ടിയോൺ ജിനീഷ്. ഞാൻ പറയാൻ പോകുന്നത് ഒരു ചെറിയ ഗുണപ്പാഠ കഥയാണ്. ഒരിക്കൽ രണ്ടു കൂട്ടുകാർ ഒരു മരുഭൂമിയിലൂടെ നടന്നു പോവുകയായിരുന്നു. ആ യാത്രയിൽ അവർ തമ്മിൽ ഒരു തർക്കമുണ്ടായി. ആ തർക്കത്തെ തുടർന്ന് ഒരു കൂട്ടുകാരൻ മറ്റു കൂട്ടുകാരന്റെ മുഖത്തടിച്ചു. കൂട്ടുകാരൻ ഒരുപാട് വേദനിച്ചു. എങ്കിലും അവൻ ഒന്നും പറഞ്ഞില്ല. പകരം അവൻ മണലിൽ എഴുതി, ഇന്ന് തന്റെ പ്രിയ കൂട്ടുകാരൻ എന്റെ മുഖത്തടിച്ചു. അങ്ങനെ അവർ വീണ്ടും യാത്ര തുടർന്നു.
യാത്രയിൽ ദാഹിച്ചു വലഞ്ഞ അവർക്ക് ഒരു മരുപ്പുച്ച കണ്ടെത്താൻ സാധിച്ചു. അവർ രണ്ടുപേരും അതിൽ വെള്ളം കുടിക്കാൻ ഇറങ്ങിയപ്പോൾ ആദ്യത്തെ അടികൊണ്ട കൂട്ടുകാരൻ ഒരു ചെളിക്കുഴിയിൽ മുങ്ങാൻ തുടങ്ങി. എന്നാൽ അവന്റെ പ്രിയ കൂട്ടുകാരൻ അവനെ രക്ഷിച്ചു. രക്ഷപ്പെട്ട ആ കൂട്ടുകാരൻ അവിടെയുള്ള ഒരു കല്ലിൽ എഴുതി, "ഇന്നെന്റെ പ്രിയ കൂട്ടുകാരൻ എന്റെ ജീവൻ രക്ഷിച്ചു." അവനെ അടിച്ചതും രക്ഷിച്ചതുമായ കൂട്ടുകാരൻ ചോദിച്ചു, "ഞാൻ നിന്നെ വേദനിപ്പിച്ചപ്പോൾ നീ അത് മണലിൽ എഴുതി. ഞാൻ നിന്നെ രക്ഷിച്ചപ്പോൾ അത് എന്തുകൊണ്ടാണ് നീ കല്ലിൽ എഴുതിയത്?" കൂട്ടുകാരൻ പറഞ്ഞു, "ആരെങ്കിലും നമ്മളെ വേദനിപ്പിച്ചാൽ അത് മണലിൽ എഴുതണം. ക്ഷമയാകുന്ന കാറ്റ് അതിനെ മായ്ച്ചുകൊള്ളും. എന്നാൽ ആരെങ്കിലും നമുക്ക് നല്ലത് ചെയ്താൽ അത് കല്ലിൽ കൊത്തി വരയ്ക്കണം. ആരെങ്കിലും മാഞ്ഞുപോകാതെ നമ്മുടെ ഹൃദയബന്ധങ്ങൾ നിലനിർത്തണമെങ്കിൽ അവരുടെ തെറ്റുകൾ നമ്മൾ മറക്കാനും ക്ഷമിക്കാനും തയ്യാറാകണം. അതുപോലെ അവർ ചെയ്ത നല്ല കാര്യങ്ങൾ അഭിനന്ദിക്കുകയും ഓർമ്മയിൽ സൂക്ഷിക്കുകയും ചെയ്യണം. അപ്പോഴാണ് ഹൃദയബന്ധങ്ങൾ നിലനിൽക്കുന്നത്." നന്ദി. കൂട്ടുകാരെ, ഇനി നമുക്കൊരു ഗാനം കേട്ടാലോ? പാടുന്നത് ജോസഫ് റൈത്താൻ. നീല നിലവേ നിലവിനഴകെ താരമറികെ വിരിയും ചിരിയെ പാറിനുയരാൻ ചിറകിനലയ തോന്നലുണരും മനസ്സിൻ വെറുതെ താരമാറിയ ലോകവും നിന്റെ ഓർമ്മയാകെ 100 പൊൻകിടാവിന്നിൽ വാ നിന്റെ ഓർമ്മയാകെ നീ തൂവൽ പോലെ കാറ്റിൽ വന്നൻ നെഞ്ചിൽ തൊട്ടില്ലേ ജീവനെ നീല നിലവേ നിലവിനഴകെ താരമറികെ വിരിയും ചിരിയെ പാറിനുയരാൻ ചിറകിനലയ തോന്നലുണരും മനസ്സിൻ വെറുതെ രാവു പുലരാൻ കാറ്റു തിരയും നിന്നെയൊന്നു കാണാനായി. രാവു പുലരും മാഷു വിരയും നിന്നെയൊന്നു കാണാനായി. നീ ഒരു വാക്കിലും തെരുവാക്കിലും തേന്തുള്ളികളായി നിലയെ നിറഞ്ഞു നെന്നിലെന്നില മായാജാലമോ എന്നിടാ നിലവേറിയോ നിറമായി തിരയായി തിരയുന്നില്ലേ നീല നിലവേ നിലവിനഴകെ താരമറികെ വിരിയും ചിരിയെ പാറിനുയരാൻ ചിറകിനലയ പൂനമ്മാവിൻ നാദം കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ. കൂട്ടുകാരെ, നമുക്കൊരു കുക്കറി ഷോ കേട്ടാലോ? അവതരിപ്പിക്കുന്നത് ജൊഹാൻ ജൂഡി. നമസ്കാരം. ഫൈഡിയിൽ നിന്നും ജൊഹാൻ ജൂഡി. നമുക്ക് കുക്കറി ഷോയിലേക്ക് പോവാം. ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് ചിക്കൻ സൂപ്പാണ്. ചിക്കൻ സൂപ്പിന് വേണ്ട ചേരുവകൾ: ചിക്കൻ, കോൺഫ്ലവർ, മുട്ടയുടെ വെള്ള, സ്പ്രിംഗ് ഓണിയൻ, കുരുമുളക് പൊടി, ഉപ്പ്, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, ക്യാരറ്റ്, സോയാ സോസ്, നാരങ്ങ നീര്. പാചകം ചെയ്യുന്ന വിധം: ഒരു പാനിലേക്ക് എല്ലോട് കൂടിയ 200 ഗ്രാം ചിക്കൻ എടുക്കുക. ആവശ്യത്തിന് വെള്ളമൊഴിക്കുക. 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുക. ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ക്യാരറ്റ് ഇത്രയും ഇട്ട് 15 മിനിറ്റ് വേവിക്കുക. അതിനുശേഷം ചിക്കൻ പീസുകളായി എടുത്ത് എല്ല് മാറ്റി ചിക്കൻ മീറ്റ് പിച്ചി എടുക്കുക. പാനിലേക്ക് ഇടുക. അതിനുശേഷം ഒരു പാത്രത്തിൽ 1 സ്പൂൺ കോൺഫ്ലവർ എടുത്ത് വെള്ളത്തിൽ കലക്കി പാനിലേക്ക് ഒഴിച്ച് തിളപ്പിക്കുക. നല്ല കുറുകൽ കിട്ടും. 5 മിനിറ്റിന് ശേഷം ഒരു മുട്ടയുടെ വെള്ള എടുത്ത് പാത്രത്തിൽ അടിച്ച് കുറേശ്ശെയായി പാനിലേക്ക് ഒഴിച്ച് ഫോർക്ക് വെച്ച് ഇളക്കി കൊടുക്കുക.
ഉപ്പും കുരുമുളക് പൊടിയും ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കുക. ഗ്യാസ് ഓഫ് ചെയ്യുന്നതിന് മുൻപ് സ്പ്രിംഗ് ഒണിയനും 1 സ്പൂൺ നാരങ്ങാനീരും ചേർക്കുക. സ്വാദിഷ്ടമായ ഹെൽത്തിയുമായ ചിക്കൻ സൂപ്പ് റെഡി. ചൂടോടെ കഴിക്കുക. എല്ലാവരും ഉണ്ടാക്കി നോക്കണമേ. അടുത്തതായി നമുക്ക് ഒരു ഗാനം കേൾക്കാം. പാടുന്നത് മേരി ലൗറേൻ. എന്നിലലിഞ്ഞു നീ ഞാനായി തീരുമ്പോൾ, നിന്നിലലിഞ്ഞു നീ ഞാൻ തീർന്നിടും. എത്ര നാളായി കൊതിച്ചിടുന്നു നാഥാ, എന്നെ നീയാക്കി മാറ്റിടണമേ. എന്നിലലിഞ്ഞു നീ ഞാൻ തീരുമ്പോൾ, എന്നിലലിഞ്ഞു നീ ഞാൻ തീർന്നിടും. എത്ര നാളായി കൊതിച്ചിടുന്നു നാഥാ, എന്നെ നീയാക്കി മാറ്റിടണമേ. എൻ്റെ ഈശോയെ ദിവ്യകാരുണ്യമേ, നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം വരെയും. എൻ്റെ ഈശോയെ ദിവ്യകാരുണ്യമേ, നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം വരെയും. You are listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. നമസ്കാരം. ഈ ആഴ്ചയിലെ പ്രധാന സ്കൂൾ വാർത്തകളിലേക്ക് സ്വാഗതം. 2024-25 അധ്യയന വർഷത്തിലെ USS സ്കോളർഷിപ്പിന് നമ്മുടെ വിദ്യാലയത്തിലെ 3 കുട്ടികൾ അർഹരായി. റോസ്മേരി ആൽബർട്ട്, എബ്രഹാം കെ സജി, ശ്രീനന്ദ പി എന്നീ കുട്ടികളാണ് സ്കോളർഷിപ്പ് കരസ്ഥമാക്കിയത്. 3 പേർക്കും റേഡിയോ പ്രിയോറിന്റെ അഭിനന്ദനങ്ങൾ. 2025 മെയ് 12 മുതൽ 18 വരെ തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന SPC സ്റ്റേറ്റ് ക്യാമ്പിലേക്ക് സെലക്ഷൻ ലഭിച്ച സീനിയർ SPC കേഡറ്റ് ജുവാൻ ജെ കാസ്പറിന് റേഡിയോ പ്രിയോറിന്റെ അഭിനന്ദനങ്ങൾ. 2025 ഡിസ്ട്രിക്ട് ഹോക്കി ലീഗിന് സെന്റ് ഫിലോമിനാസ് ഹയർ സെക്കൻഡറി സ്കൂൾ കൂനമാവ് ചാമ്പ്യന്മാരായി. ബെസ്റ്റ് പ്ലെയറായി ജോസ്ന ഗ്രേസ് ജോയൽ തെരഞ്ഞെടുക്കപ്പെട്ടു. വിജയികളായ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അധ്യാപകർക്കായി കേരള ഗവൺമെന്റ് നടത്തിയ 5 ദിവസത്തെ അധ്യാപക ശാക്തീകരണ പ്രോഗ്രാമിന്റെ ആദ്യ സ്പെൽ പൂർത്തിയായി. ഇതോടെ ഈ ആഴ്ചയിലെ വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം. റേഡിയോ പ്രിയോർ അടുത്ത ആഴ്ച വീണ്ടും. അതുവരെ 5D സ്റ്റുഡൻസ് സൈനിങ് ഓഫ്. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ